കേരളത്തിന്റെ കാര്യത്തിൽ CAG നടത്തിയത് വൻ ഗൂഢാലോചനയെന്ന ധനമന്ത്രി തോമസ് ഐസക്. കരട് റിപ്പോർട്ടിൽ വിവാദ പരാമർശങ്ങളില്ല. കരട് റിപ്പോർട്ടിൽ ഇല്ലാത്തത് എങ്ങനെ വന്നുവെന്നും CAG എഴുതാത്ത കാര്യം ദില്ലിയിൽ നിന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നുവെന്നും തോമസ് ഐസക്. പ്രതിപക്ഷ ആരോപണങ്ങൾ ഖണ്ഡിച്ച ധനമന്ത്രി തോമസ് ഐസക്. മസാല ബോണ്ട് ഇറക്കിയത് RBI അനുമതിയോടെ. മസാല ബോണ്ട് ഭരണഘടനാപരമായി തെറ്റില്ല. CAG റിപ്പോർട്ട് ഏകപക്ഷീയമെന്നും ധനമന്ത്രി. സംസ്ഥാന സർക്കാർ നേരിട്ട് വായ്പ എടുത്തിട്ടില്ലെന്നും അതിനാൽ കേന്ദ്ര അനുമതി ആവശ്യമില്ലെന്നും ധനമന്ത്രി. കോർപ്പറേറ്റ് ബോഡിയാണ് വായ്പ എടുത്തത്. ഇത് കേവലം നടപടിക്രമങ്ങളുടെ പ്രശ്നം മാത്രമല്ലെന്നും കേരളത്തിന്റെ വികസനമാണ് പ്രശ്നമെന്നും തോമസ് ഐസക്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ധനമന്ത്രി. UPയിൽ വീണ്ടും കൊടും ക്രൂരത. 6 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പോലീസ്. കൊലപ്പെടുത്തിയത് കുട്ടികൾ ഉണ്ടാകുന്നതിനായി പെൺകുട്ടിയെ കൊന്ന് കരൾ തിന്നുക എന്ന ലക്ഷ്യത്തോടെ. കള്ളപ്പണക്കേസിൽ M ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് 3 മണിക്ക്. വിധി ശിവശങ്കറിനും EDക്കും നിർണായകം. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന MC കമറുദ്ദീനെ 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ദേഹാസ്വസ്ഥമുണ്ടായ കമറുദ്ദീനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബീഹാർ തിരിച്ചടി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് മുതിർന്ന നേതാക്കളുടെ പ്രത്യേക യോഗം ഇന്ന്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അസംതൃപ്തി പരസ്യമാക്കി നേതാക്കൾ. കപിൽ സിബലിനെ വിമർശിച്ച് അശോക് ഗെഹ്ലോട്ട്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പറയേണ്ടതെന്നും ഗെഹ്ലോട്ട്. പന്ത്രണ്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് റഷ്യയിൽ ഇന്ന് തുടക്കം. അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഇന്ന് മുഖാമുഖം. ബ്രിക്സ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം ആഗോള സ്ഥിരത, കൂട്ടായ സുരക്ഷ, നൂതന വളർച്ച എന്നിവയ്ക്കായി ബ്രിക്സ് കൂട്ടായ്മ എന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ ഉന്നയിക്കാനൊരുങ്ങി ഇന്ത്യ. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ ബിഷപ്പ് KP യോഹന്നാന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കോവാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണം ആരംഭിച്ചു. വാക്സിൻ പുറത്തിറക്കാനാവുക അടുത്ത വർഷം. കോവാക്സിന്റെ പരീക്ഷണം നടത്തുന്നത് രാജ്യത്തെ 2600 വളണ്ടിയർമാരിൽ. 28 ദിവസത്തെ ഇടവേളകളിൽ നൽകുക 2 ഡോസ് മരുന്ന് വീതം. അടുത്ത വർഷം നേസൽ വാക്സിൻ പുറത്തിറക്കാനും ശ്രമമെന്നും ഭാരത് ബയോടെക്. കോട്ടയത്ത് സീറ്റ് വിഭജനം പൂർത്തിയായി ഒരാഴ്ച പിന്നിട്ടിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ UDF. കോൺഗ്രസിലെയും ജോസഫ് വിഭാഗത്തിലെയും ഗ്രൂപ്പ് തർക്കം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമാണ് സ്ഥാനാർത്ഥി നിർണയം നീളാൻ കാരണം. പാറശാല പഞ്ചായത്തിലെ ചെറുവാരക്കോണത്ത് UDF വലിയ പ്രതിസന്ധിയിൽ. 2 സ്ഥാനാർത്ഥികളാണ് വാർഡിൽ ഒരേ ചിഹ്നത്തിൽ വോട്ട് നേടുന്നത്. ബാനറും ചുവരെഴുത്തുമായി ഇവരും പ്രചരണ രംഗത്ത് സജീവമായതോടെ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ LDF ഒരുമയോടെ പടക്കളത്തിലിറങ്ങി. ജോസഫ് ഗ്രൂപ്പ് പിണങ്ങിപ്പിരിഞ്ഞതോടെ UDFൽ ഭിന്നത ശക്തമായി തുടരുന്നു. UDFലെ തർക്കങ്ങൾ തുടരുന്നതിനിടെ ഇടുക്കി ജില്ലയിൽ LDFലെ സീറ്റ് വിഭജനം പൂർത്തിയായി. മികച്ച മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കി LDF നേതാക്കൾ. മലപ്പുറം കോട്ടക്കൽ ഒതുക്കുങ്ങലിൽ UDFൽ വിമതശല്യം. UDF സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് മത്സരത്തിനിറങ്ങി. ലീഗ് കോൺഗ്രസ് സമവായം വൈകുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നന്മണ്ട ഡിവിഷൻ സ്ഥാനാർത്ഥി കാനത്തിൽ ജമീലയാണ് ആദ്യ നോമിനേഷൻ നൽകിയത്. കോൺഗ്രസിന്റെ വാലാട്ടിപ്പട്ടികളല്ല തങ്ങളെന്ന ജനതാദൾ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി നൌഷാദ്.
ജനതാദളിന്റെ സീറ്റുകൾ പിടിച്ചുപറിച്ച കോൺഗ്രസ് കൊല്ലത്ത് ഒരു ഓർമ്മയായി മാറുമെന്ന് മുന്നറിയിപ്പ് നൽകി UDF ഘടകകക്ഷിയായ ജോൺ നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാദൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. UDFന് മേൽക്കൈയുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്നതാണ് LDFന്റെ പ്രധാന ലക്ഷ്യം. കുറ്റാന്വേഷണം നടത്തുന്നതിനു പകരം കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ അഭിമാനകരമായ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കുകയാണെന്ന് CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A.B. ജയരാഘവൻ. വികസന പ്രവർത്തനങ്ങൾ തടയാനുള്ള കേന്ദ്ര ഏജൻസിയുടെ നീക്കങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും UDFും ഒത്താശ ചെയ്യുകയാണെന്നും A.B. ജയരാഘവൻ. വികസനം അട്ടിമറിക്കുന്നവർക്കും വികസന വിരോധികൾക്കും രൂക്ഷമായ മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ കുത്തകകളുടെ താൽപര്യങ്ങളുമായി ആരും കേരളത്തിലേക്ക് വരേണ്ടെന്നും മുഖ്യമന്ത്രി. വികൃത മനസ്സുള്ളവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തുള്ളിക്കണിക്കുന്നവരാകരുത് അന്വേഷണ ഏജൻസികളെന്ന മുഖ്യമന്ത്രി. നാടേൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് BJP നേതാവ് ജയചന്ദ്രൻ മാസ്റ്റർ. കൈരളി ന്യൂസ് ആൻഡ് വ്യൂസിലായിരുന്നു BJP നേതാവിന്റെ പരസ്യ പ്രതികരണം. പതിവിന് വിപരീതമായി മണ്ഡല മകരവിളക്ക് കാലത്തും ശബരിമലയിൽ പടിപൂജ. ശബരിമലയിലെ പ്രധാന പൂജകളിലൊന്നാണ് പടിപൂജ. ദേശീയപാത കഞ്ചിക്കോട് ചരക്ക് ലോറിയും കെമിക്കൽ ദ്രാവക ലോഡുമായി പോയിരുന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ടാങ്കറിന്റെ ഒരു വശത്തുണ്ടായ പൊട്ടലിൽ ദ്രാവകം ചോർന്നത് പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തി. അപകടത്തിൽ ടാങ്കർ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രംഗനാഥ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ. രക്ഷാപ്രവർത്തനം നടത്തിയത് കഞ്ചിക്കോട് അഗ്നിരക്ഷാസേനയും വാളയാർ പോലീസും ചേർന്ന്. BDJS തർക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം തുഷാർ വെള്ളാപ്പള്ളിക്ക്. സുഭാഷ് വാസുവിന്റെ അവകാശവാദം തള്ളി. തുഷാറിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹി പട്ടികയ്ക്ക് അംഗീകാരം ലഭിച്ചു. മാധ്യമപ്രവർത്തകൻ ബിനു പള്ളിമണ്ണിന്റെ കവിതാ സമാഹാരമായ പള്ളിമൺ കവിതകൾ പ്രകാശനം ചെയ്തു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ GK സുരേഷ് ബാബുവിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. കൊല്ലം റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോണും വെസ്റ്റേൺ ഇന്ത്യ കാഷ്യൂവും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ 50 ലക്ഷം രൂപ ചിലവിൽ 2 ICU വെന്റിലേറ്ററുകളും 2 ഡയാലിസിസ് മെഷീനുകളും സംഭാവന ചെയ്തു. പെരുമ്പാവൂർ വെടിവെപ്പ് കേസ് നിർണായക ഘട്ടത്തിൽ. വെടിവെപ്പിന് ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെടുത്തു. മുഖ്യപ്രതിയായ നിസാറിന്റെ ഉടമസ്ഥതയിലുള്ള പിസ്റ്റളിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും വൻ സ്വർണ്ണവേട്ട. 2 സ്ത്രീ യാത്രക്കാരിൽ നിന്നായി 1 കോടി രൂപ വിലയുള്ള സ്വർണം പിടിച്ചെടുത്തു. ഇരുവരും ശരീരത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. വയോജനങ്ങൾക്കായി സുഖ സൗകര്യങ്ങളോടെ ചാക്കാവാടിൽ വയോജന കേന്ദ്രം തയ്യാറായി. വാർഡ് കൗൺസിലറും മേയറുമായ K. ശ്രീകുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. വീടുകളിൽ ഒറ്റയ്ക്കാകുന്ന വയോജനങ്ങൾക്ക് താമസിക്കാൻ പകൽ വീടും തയ്യാറാകും. കിഫ്ബിയുടെ ചിറകിൽ പറന്നുയർന്ന തുറവൂർ താലൂക്ക് ആശുപത്രി. അത്യാഹിത വിഭാഗം, ഡയാലിസിസ് യൂണിറ്റ്, സ്ത്രീകളുടെ വാർഡ്, OP തുടങ്ങി ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോടും കിടപിടിക്കുന്ന മികച്ച സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. കോൺഗ്രസ് വിട്ട് 108 പേർ CPIMനൊപ്പം. കോങ്ങാട്ടും നെന്മാറയിലുമുള്ള 108 കോൺഗ്രസ് പ്രവർത്തകരാണ് പാർട്ടി വിട്ട് CPIMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തൃശൂരിൽ അതിഥി തൊഴിലാളികൾക്കായി 250 ബെഡിന്റെ കോവിഡ് കെയർ സെന്റർ ഒരുക്കി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടി ആത്രയം ആയുർവേദ ആശുപത്രി കെട്ടിടത്തിലാണ് കോവിഡ് കെയർ സെന്റർ. നഴ്സറി കുട്ടികൾക്കായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തയ്യാറാക്കിയ കുരുന്നില ചിത്രപുസ്തകങ്ങളുടെ വിതരണം വൈക്കത്ത് നടന്നു. നഗരസഭയിലെ 13 നഴ്സറികൾക്കാണ് ചിത്രപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണെന്നും ജനങ്ങൾ മുൻകരുതലെടുക്കണമെന്നും അറിയിച്ചു.
രാജ്യത്ത് പുതിയതായി 29,164 കോവിഡ് കേസുകളും 449 മരണവും. രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 8,74,000 പിന്നിട്ടു. ആകെ കോവിഡ് മരണം 1,30,000 കടന്നു. തമിഴ്നാട്ടിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. നിലവിൽ 15,765 കോവിഡ് രോഗികളാണ് ചികിത്സയിൽ തുടരുന്നത്. ഇന്നലെ 1,725 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. 2,384 പേർ രോഗമുക്തരായപ്പോൾ 17 പേർ മരണപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരെന്ന് സംശയിക്കുന്ന 2 പേരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ദില്ലിയിലെ സരായ് കാലേഗാനിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. അറസ്റ്റിലായ 2 ഭീകരരെയും ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. രാജ്യത്തെ ഇന്റർനെറ്റ് കണക്ഷനുകളുടെ എണ്ണം 75 കോടി കടന്നതായി റിപ്പോർട്ടുകൾ. 2020 ഓഗസ്റ്റ് 31-നാണ് ഈ വൻ നാഴികക്കല്ല് താണ്ടിയത്. 1995 ഓഗസ്റ്റ് 15-നാണ് ആദ്യമായി ഇന്ത്യയിൽ ഇന്റർനെറ്റ് പൊതുജനത്തിന് ലഭ്യമായത്. ബംഗളൂരു കലാപ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ സമ്പത്ത് രാജ് അറസ്റ്റിൽ. വർഗീയ കലാപത്തിൽ പ്രധാന പ്രതി ചേർത്താണ് 3 മാസങ്ങൾക്ക് ശേഷം സമ്പത്ത് രാജിന്റെ അറസ്റ്റ്. വാസനായി കെയർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ എം അരുൺ അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണത്തിൽ സംശയം ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത്. അറബിക്കടൽ കേന്ദ്രീകരിച്ചുള്ള നാവികാഭ്യാസത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നാവികസേനാ വിഭാഗമാണ് പരിശീലനാഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നത്. നാവികസേനകളുടെ അഭ്യാസം വെള്ളിയാഴ്ച വരെ തുടരും. ഷഹീൻബാഗ് കേസിലെ സുപ്രീം കോടതി വിധി പോലീസ് അതിക്രമങ്ങൾക്കുള്ള അനുമതിയായി ദുരുപയോഗം ചെയ്തേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സമരക്കാർ കോടതിയിൽ. വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സമരങ്ങൾ നിർണിത സ്ഥലങ്ങളിലായിരിക്കണമെന്ന ഒക്ടോബർ 7-ന് പുറപ്പെടുവിച്ച വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ദില്ലിയിൽ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ. പുതിയ കോവിഡ് രോഗികൾ കുതിച്ചുയർന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അടച്ചുപൂട്ടൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. ജാർഖണ്ഡിൽ അജ്ഞാത രോഗം ബാധിച്ച് 10 കുട്ടികളടക്കം 12 പേർ മരിച്ചു. 4 ഗ്രാമങ്ങളിലാണ് രോഗം പിടിപെട്ടത്. ഏതെങ്കിലും മഹാമാരിയുടെ സാധ്യതയില്ലെന്നും മരണങ്ങൾ വ്യത്യസ്ത ഗ്രാമങ്ങളിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ലോക ജീവിതക്രമം അപ്പാടെ മാറ്റിമറിച്ച കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിൽ ആദ്യം കേസ് കണ്ടെത്തിയത് 2019 നവംബർ 17-ന്. ലോകത്ത് കോവിഡ് വ്യാപനം ഉയരുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 5,53,00,000 പിന്നിട്ടു. ആകെ കോവിഡ് മരണം 13,32,000 കടന്നു. ലോകത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന കോവിഡ് ബാധ റെക്കോർഡിലെത്തിയതായി ലോകാരോഗ്യ സംഘടന. 6 ലക്ഷത്തിലധികം പേർക്കാണ് ഓരോ ദിവസവും കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത്. അമേരിക്കൻ ബയോടെക്നോളജി കമ്പനിയായ മൊഡേണയുടെ പരീക്ഷണാത്മക കോവിഡ്-19 പ്രതിരോധ വാക്സിൻ ഫലപ്രദം. വാക്സിൻ 94.5% ഫലപ്രദമെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കോവിഡ് നിരീക്ഷണത്തിൽ. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗത്തിന് കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെയാണ് ബോറിസ് ജോൺസൺ സ്വയം നിരീക്ഷണത്തിൽ പോയത്. ചൈന ഉൾപ്പെടെ 15 ഏഷ്യ പസഫിക് രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറായ RCEP കരാറിൽ ഒപ്പുവെച്ചു. 8 വർഷം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. US തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ വീണ്ടും വിസമ്മതിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചെന്ന് അവകാശപ്പെട്ട് ട്രംപ് വീണ്ടും ട്വീറ്റ് ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെതിരായ വംശീയ പരാമർശങ്ങൾ നീക്കം ചെയ്തു ഫേസ്ബുക്ക്. വിവിധ പേജുകളിൽ വന്ന വംശീയ അധിക്ഷേപ പരാമർശങ്ങളും കമന്റുകളുമാണ് നീക്കം ചെയ്തത്. ഫലസ്തീൻകാർ തങ്ങളുടെ ഭാവി രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാക്കാൻ ഉദ്ദേശിക്കുന്ന കിഴക്കൻ ജെറുസലേമിൽ അനധികൃത ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ. UAEക്കും ബഹ്റിനും നൽകിയ ഉറപ്പുകൾ ലംഘിച്ചാണ് ഗിബാത്ത് ഹമദോസിൽ ജൂതർക്കായി 1200 വീട് കൂടി നിർമ്മിക്കുന്നത്.
അടുത്ത വർഷം ലോകം നേരിടാൻ പോകുന്നത് 2020 കടുത്ത ദാരിദ്ര്യമെന്ന WFP. ഐക്യരാഷ്ട്ര സംഘടനകളുടെ ലോക ഭക്ഷ്യ പരിപാടിക്ക് ലഭിച്ച സമാധാന നോബൽ പുരസ്കാരം യഥാർത്ഥത്തിൽ ലോക നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണെന്ന് അറിയിച്ചു. UAE 1209 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സൗദിയിലും ഖത്തറിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. ദുബായിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. മരിച്ചത് ആലപ്പുഴ സ്വദേശി അജിത് അശോകൻ. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. സൗദിയിൽ നിലവിലെ തൊഴിലുടമയിൽ നിന്നും മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറുന്നതിനുള്ള മാനദണ്ഡങ്ങളായി. തൊഴിൽ മാറ്റത്തിന് മുൻപ് സർക്കാരിന് നൽകേണ്ട ഫീസും പിഴകളും അടച്ചിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിലേക്ക് പുതിയ വിസകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകാൻ സാധ്യത. വിഷയം പഠിക്കാൻ സുപ്രീം കമ്മിറ്റി പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം കോവിഡ് പ്രവാസികളുടെ പ്രതിസന്ധിയും പ്രതീക്ഷയും എന്ന പേരിൽ വെബിനാർ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകരും സാമൂഹിക നിരീക്ഷകനുമായ ഷാജഹാൻ മാടമ്പാട്ട് വെബിനാർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര മരുന്ന് ഉൽപ്പാദകരുമായി ചേർന്ന് കോവിഡിനെതിരെ ഫലപ്രദമായ വാക്സിൻ വികസിപ്പിക്കുമെന്ന് സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ. ലോകാരോഗ്യ സംഘടനയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്മാർട്ടാകാൻ ഒരുങ്ങി മക്ക. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് സേവനങ്ങൾ ഈ നെറ്റ്വർക്കിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി 7000-ഓളം സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകും. ഷാർജയിൽ വാടക കരാർ രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് വെട്ടിക്കുറച്ചു. ഇനി മുതൽ വാർഷിക വാടകയുടെ 2% ഫീസ് മാത്രമേ രജിസ്ട്രേഷന് ഈടാക്കൂ എന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. സൗദിയിൽ ലേബർ ക്യാമ്പുകളിൽ പരിശോധന ശക്തമാക്കി. കോവിഡിന്റെ 2ാം വ്യാപന ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത്. രാജ്യം മുഴുവൻ സൗജന്യ വൈഫൈ വ്യാപിക്കാനൊരുങ്ങി സൗദി. സ്ഥാപിക്കുന്നത് 60,000 പുതിയ വൈഫൈ പോയിന്റുകൾ. പുതിയ നടപടി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി. ഓൺലൈൻ വിൽപ്പനയിൽ വൻ ലാഭം കൊയ്ത മാരുതി സുസുക്കി. ഓൺലൈൻ ചാനൽ വഴി മാരുതി സുസുക്കി വിറ്റത് 2 ലക്ഷത്തിലേറെ കാറുകൾ. പുതുതലമുറ സ്കൂപ്പി അവതരിപ്പിച്ച ഹോണ്ട. ഫാഷൻ അവബോധമുള്ള യുവതലമുറയുടെ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കനുസൃതമായാണ് 2021 ഹോണ്ട സ്കൂപ്പി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹ്യുണ്ടായിയുടെ ആഭ്യന്തര വിൽപ്പനയിൽ 8.2% വർധനവ്. 3ാം തലമുറ ഹ്യുണ്ടായി ഗ്രാൻഡ് i10 നിയോസ് മികച്ച രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിവരുന്നത്. അടുത്ത വർഷം വിപണിയിലിറക്കുന്ന 7 ഇരുചക്ര വാഹനങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട ഹോണ്ട. ഇതിൽ 6 മോഡലുകളുടെയും പരിഷ്കരിച്ച പതിപ്പാണ് ഇറക്കുന്നതെന്നും ഹോണ്ട അറിയിച്ചു. ഓരോ 3 മാസത്തിലും പുതിയ മോഡൽ വൻ പദ്ധതിയുമായി റോയൽ എൻഫീൽഡ്. അടുത്ത 7 വർഷത്തിനുള്ളിൽ 28 പുതിയ മോഡലുകൾ പുറത്തിറക്കുമെന്നും റോയൽ എൻഫീൽഡ് അറിയിച്ചു. പുതിയ ഫീച്ചറുകളുമായി ക്രിസ്റ്റയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് നവംബർ അവസാനത്തോടെ നിരത്തുകളിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. നിലവിലുള്ള മോഡലിനേക്ക് 60,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ഉയർന്ന വിലയാകും പുതിയ മോഡലിനുണ്ടാവുക. അടുത്ത വർഷം ജനുവരിയോടെ രാജ്യത്തെ എല്ലാ വാഹനങ്ങൾക്കും ഫാസ്ടാഗ് നിർബന്ധമാക്കുന്നു. ടോൾ പ്ലാസകളിലെ ടോൾ പിരിക്കൽ 100% ഇതുവഴി നടത്തുകയാണ് ലക്ഷ്യം. പ്രതീക്ഷയ്ക്കൊത്തുയരാതെ ഉത്സവകാലം. ഒക്ടോബറിലെ വിൽപ്പനയിൽ കനത്ത നിരാശ. 2019 ഒക്ടോബറിനെ അപേക്ഷിച്ച് ഇക്കുറി മൊത്ത റീറ്റെയിൽ വാഹന വിൽപ്പന 23.99% താഴ്ന്നുവെന്ന് റിപ്പോർട്ടുകൾ. ബ്രിട്ടൻ 2030ഓടെ പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന നിരോധിക്കും. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന റിപ്പോർട്ടുകൾ. കാർണിവൽ ഹൈ ലിമോസിൻ വേരിയന്റുമായി കിയ മോട്ടോഴ്സ്.
പുതിയ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പുകൾ പുറത്തുവിടാതെ കമ്പനി. $100 കോടി വ്യൂസ് പിന്നിടുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ ഗാനമായി ധനുഷ് സായ് പല്ലവി ഒന്നിച്ച മാരി 2 റൗഡി ബേബി. യുവൻ ശങ്കർ രാജ സംഗീതം നൽകി ധനുഷും ദീക്ഷിത വെങ്കടേഷനും ചേർന്ന് ആലപിച്ച ഗാനത്തിന് പ്രഭുദേവയാണ് നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത്. ബോളിവുഡിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി നടി പൂർണിമ ഇന്ദ്രജിത്ത്. സച്ചിൻ കുന്തൽക്കർ ഒരുക്കുന്ന ഹിന്ദി ഇംഗ്ലീഷ് സിനിമയായ കോബാൾട്ട് ബ്ലൂവിലൂടെയാണ് പൂർണിമ ബോളിവുഡിൽ അരങ്ങേറുന്നത്. ഇടവേളയ്ക്ക് ശേഷം ധന്യ മേരി വർഗീസ് വീണ്ടും സിനിമയിലേക്ക്. ടൊവിനോ തോമസിനെ നായകനാക്കി മനു അശോകൻ സംവിധാനം ചെയ്യുന്ന കാണേ കാണേ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായാണ് ധന്യ എത്തുന്നത്. ജോജു ജോർജ് നായകനായി എത്തുന്ന പുതിയ ചിത്രം പീസ് തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രം സംവിധാനം ചെയ്യുന്നത് സഫീർ കെ ആണ്. അപ്പാനി ശരത് നായകനാകുന്ന മിയ കുൽപ്പ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നവാസ് അലിയാണ്. കീർത്തി സുരേഷും സംവിധായകൻ സെൽവ രാഘവനും പ്രധാന വേഷങ്ങളിലെത്തുന്ന സാണി കായിതം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ധനുഷ് തന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത്. റെക്കോർഡുകൾ തകർത്ത മാസ്റ്റർ ചിത്രത്തിന്റെ ടീസർ. ദീപാവലി ദിനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസർ മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ടീസറായി മാറി. കോവിഡ്-19 പ്രതിരോധിക്കാൻ വാക്സിൻ കണ്ടുപിടിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് നടൻ നന്ദമൂരി ബാലകൃഷ്ണ. കോവിഡ് വൈറസ് ഒരിക്കലും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകില്ലെന്നും ഇതിനെ അതിജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് സീരീസുമായി ബിഗ് ബോസ് 2 താരങ്ങൾ ബോയിങ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങളോടെയാണ് വെബ് സീരീസ് ഒരുങ്ങുന്നത്. ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന ചിത്രം ഡോക്ടർ 2021 ഏപ്രിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ. താരം തന്നെയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്ത് ഈ കാര്യം അറിയിച്ചത്. 3 പുതിയ നിയമങ്ങൾ പുറത്തുവിട്ട ഓസ്ട്രേലിയയുടെ T20 ലീഗായ ബിഗ് ബാഷ്, പവർ സർജ്, എക്സ് ഫാക്ടർ, ബാഷ് ബൂസ്റ്റ് എന്നിങ്ങനെ 3 നിയമാവലിയാണ് പുതിയതായി ഈ വരുന്ന 10ാം സീസണിന് വേണ്ടി ബിഗ് ബാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. താരമായ സുവാരസിനും കോവിഡ് സ്ഥിരീകരിച്ചു. ബ്രസീലിനെതിരായ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ ടെസ്റ്റിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായത് സ്ഥിരീകരിച്ചത്. പുതിയ ISL സീസണായുള്ള മുംബൈ സിറ്റിയുടെ ജേഴ്സികളെത്തി. ജേഴ്സികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്യൂമയാണ്. വിൻഡീസിനെതിരെ നടക്കുന്ന T20 ടെസ്റ്റ് ടീമുകൾ പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ്. T20 ടീമിലേക്ക് ആദ്യമായി ഡേവൺ കോൺവോയ്, കൈൽ ജാമിസൺ എന്നിവർക്ക് അവസരം നൽകുവാൻ ന്യൂസിലാൻഡ് തീരുമാനിച്ചു. ISL ക്ലബായ ചെന്നൈ FC-യുടെ സ്പോൺസറായി അപ്പോളോ ടയേഴ്സ് തുടരും. അപ്പോളോ ടയേഴ്സ് ചെന്നൈയിലെ FC-യുമായി കരാർ പുതുക്കി. ബാഴ്സലോണ താരം ബുസ്കറ്റ്സിന് പരുക്ക്. മുട്ടിനേറ്റ പരുക്ക് സാരമുള്ളതാണെന്നും ദീർഘകാലം പുറത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ. ഹാവിയർ മഷരാനോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അർജന്റീന ജേഴ്സിയിലും ബാഴ്സലോണ ജേഴ്സിയിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതാണ് ഈ താരം. സൗത്ത് ഓസ്ട്രേലിയയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. നിരവധി ഓസ്ട്രേലിയൻ താരങ്ങൾ ഐസൊലേഷനിൽ തുടരുന്നു. ദുരിതത്തിലായി ലിവർപൂൾ. ബെൽജിയത്തിനെതിരെ കളിക്കിറങ്ങിയ ഹെൻഡേഴ്സിനും പരിക്ക് സംഭവിച്ചു. റെക്കോർഡ് ബുക്കിൽ ഹാമിൽട്ടൺ 7ാം ലോക കിരീടവുമായി ഷുമാക്കറിനൊപ്പം. മെഴ്സിഡീസിനെ സഹതാരം വാൾട്ടേരി ബോത്താസിനൊപ്പം 78 പോയിന്റ് ലീഡ് നിലനിർത്തി ഹാമിൽട്ടൺ സാധിച്ചു.